ഹലോ! എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2026 ഏപ്രിൽ 9 തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച പുതിയ സംവിധാനം എന്താണ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച പുതിയ സംവിധാനമാണ് നോ യുവർ കാൻഡിഡേറ്റ്സ്. നോ യുവർ കാൻഡിഡേറ്റ്സ്. ഓക്കെ. അടുത്ത ചോദ്യം, 2026 ഫെബ്രുവരിയിൽ നടന്ന 4ാമത് രാജ്യാന്തര AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2026 ഫെബ്രുവരിയിൽ നടന്ന 4ാമത് രാജ്യാന്തര AI ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ. അടുത്ത ചോദ്യം, 100 അന്താരാഷ്ട്ര T20 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? 100 അന്താരാഷ്ട്ര T20 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഷെഫാലി വർമ്മയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2ാം T20 മത്സരത്തിലാണ് അദ്ദേഹം ഈ നേട്ടം സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ ഛത്തീസ്ഗഡിൽ UCC നടപ്പാക്കുന്നതിനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? 2026 ഏപ്രിലിൽ ഛത്തീസ്ഗഡിൽ UCC നടപ്പിലാക്കുന്നതിനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷയായി നിയമിതനായത് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നേ. ഓക്കെ. അടുത്ത ചോദ്യം, മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും പുതിയ വേഗമേറിയതും ചിലവ് കുറഞ്ഞതുമായ സ്പീച്ച് ടു ടെക്സ്റ്റ് സൊല്യൂഷൻ ഏതാണ്? മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും പുതിയ വേഗതയേറിയതും ചിലവ് കുറഞ്ഞതുമായ സ്പീച്ച് ടു ടെക്സ്റ്റ് സൊല്യൂഷന്റെ പേരാണ് MAI ട്രാൻസ്ക്രൈബ് 1. അടുത്തത്, മതനവീകരണം ആരംഭിച്ച രാജ്യം. മതനവീകരണം ആരംഭിച്ച രാജ്യം ജർമ്മനിയാണ്. മതനവീകരണം ആരംഭിച്ച രാജ്യം ജർമ്മനി. മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യം. മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യം ബ്രസീലാണ്. മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യം ബ്രസീൽ. അടുത്ത ചോദ്യം, 2026 ഭാരത് ട്രൈബ് ഫെസ്റ്റിന്റെ വേദി. 2026 ഭാരത് ട്രൈബ്സ് ഫെസ്റ്റിന്റെ വേദി ഡൽഹിയിലാണ്. സുന്ദർ നഴ്സറിയാണ്. ഡൽഹിയിലെ സുന്ദർ നഴ്സറിയാണ് 2026 ഭാരത് ട്രൈബ്സ് ഫെസ്റ്റിന്റെ വേദിയായിട്ട് വരുന്നത്. ഈ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ട്രൈബൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ട്രൈബൽ അഫയേഴ്സ് മന്ത്രാലയവുമായി സഹകരിച്ചാണ് ഈ ഭാരത് ട്രൈബ്സ് ഫെസ്റ്റ് നടക്കുന്നത്. അടുത്തത്, അടുത്തിടെ പുറത്താക്കിയ അമേരിക്കൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ്. അടുത്തിടെ പുറത്താക്കിയ അമേരിക്കൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റാൻഡി ജോർജ് ആണ്. ജനറൽ റാൻഡി ജോർജ്. താങ്ക് യു.